ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം മകനാണെങ്കിൽ ശരി, കുടുംബത്തിന്റെ മാനം കളഞ്ഞവന് വേണ്ടി വക്കാലത്ത് പിടിക്കരുത്. ഒറ്റൊരെണ്ണത്തിന് എന്റെ കൺമുമ്പ് കണ്ടുപോരുത്. ഇല്ലില്ല, നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വിടാനും പോകുന്നില്ല. തടയരുതമ്മേ. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. പോകണം. മോളെ, അമ്മ തടസ്സം പറയരുത്. മോളെ, എല്ലാവരുടെയും യാത്ര ചോദിക്കാം. എന്താ മോളെ ഇത്? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? മോളെ, നന്നായിട്ട് പിടിച്ചിരിക്കും. വണ്ടി ഓടിക്കുമ്പോ സംസാരിച്ചാലേ അങ്കിളുടെ ശ്രദ്ധ പോവും. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ.
ഒന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിറങ്ങി പോവില്ലായിരുന്നു. പെറ്റ വയറിന്റെ വേദന എനിക്കല്ലേ അറിയൂ. നെഞ്ചു പൊടിഞ്ഞോണ്ട് ആ വന്ദന ഇവിടുന്ന് ഇറങ്ങിയത്. അവൾ ആരുടെയും പണവും പ്രതാപവും ഒന്നും കണ്ട് മോഹിച്ചു വന്നവളല്ല. ചൊല്ലു വിളിക്ക് ഒരു വീട്ടിൽ അന്തസ്സായിട്ട് വളർന്ന പെണ്ണ. നമ്മുടെ മോനല്ലേ ചതിച്ചിട്ട് അവളെ ഇങ്ങോട്ട് താലി കെട്ടിക്കൊണ്ട് വന്നത്. പണം കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. മനസ്സ് നിറയെ ഈ കുടുംബത്തോട് സ്നേഹവും വിശ്വാസവും സൂക്ഷിക്കുന്നവളാവള്. ദേ, അവളുടെ കണ്ണുനീര് ആര് വീഴ്ത്തിച്ചാലും അത് അനുഭവിച്ചേ പോവും. ആ കുഞ്ഞിനോടെങ്കിലും അല്പം നീതി കാണിച്ചൂടെ? എന്ത് നീതി കാണിക്കാൻ? ഇപ്പൊ കുറച്ച് സങ്കടമൊക്കെ കാണും. കുറച്ചു കഴിയുമ്പോൾ താനെ മനസ്സിലായിക്കൊള്ളും അവൾ ഇറങ്ങിപ്പോയത് നന്നായെന്ന്. വന്ദനം ബോധം കെട്ട് കിടന്നപ്പോ താലി കെട്ടിയെന്നല്ലേ പറഞ്ഞത്? ഈ താലിയിലൊക്കെ ഒരു സത്യമുണ്ട്. താലിയുടെ നീതി പുലർത്താത്തോണ്ടാ രണ്ടുപേർക്കും തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. നിർത്തടി. അവരെ മനസാക്ഷി ഇല്ലാതെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് നിന്ന് ന്യായം പറയുന്നു. നീയും നന്നാവില്ല, മറ്റുള്ളവരെങ്കിലും നന്നാക്കാൻ സമ്മതിക്കുകയില്ല. ദേ, നീ എങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട. എവിടെ പോയാലും അവർ അന്തസ്സോടെ തന്നെ ജീവിക്കും. സത്യവും ധർമ്മവും ദൈവഭയം ഉള്ളവരവര്. നിന്നെ പോലെ കുത്തിത്തിരിപ്പ് കാണിക്കുന്നവരൊന്നുമല്ല. സ്വന്തം തന്തയുടെ കണ്ണീര് വീഴ്ത്തിച്ച് പെണ്ണ് കെട്ടിയവൻ എത്ര കേമനാണെങ്കിലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്വന്തം മകനാണെങ്കിൽ ശരി, കുടുംബത്തിന്റെ മാനം കളഞ്ഞവന് വേണ്ടി വക്കാലത്ത് പിടിക്കരുത്. നിർത്ത്. ഒറ്റൊരെണ്ണത്തിന് എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. പൊക്കണം.